Hi students, ഇത് നമ്മളെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ മൊഡ്യൂൾ 2ൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസാസ്റ്റർ റെസ്പോൺസ്. ഓക്കെ, ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ a set of activities taken during disaster or immediately following a disaster directed towards saving life and protecting property. ഓക്കെ, ലൈഫ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് എന്ത് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ലൈഫ് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി സേവ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ക്യാൻ ബി ഡൺ വെൻ എ ഡിസാസ്റ്റർ ഹാപ്പൺ. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റിയിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കെയർ ഉണ്ടാവണം, ഇവാക്യുവേഷൻ, സെർച്ച് ആൻഡ് റെസ്ക്യൂ, പ്രൊവിഷൻ ഓഫ് എമർജൻസി വാട്ടർ, ഫുഡ് ആൻഡ് ഷെൽട്ടർ, debris removal and stabilization of unsafe building and landforms. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് ടീമിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിലെ ഒരു സെക്കൻഡ് ഫേസ് ആണ് എന്ത്? ഈ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസാസ്റ്റർ റെസ്പോൺസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ, it is aimed at providing immediate assistance to maintain life, improve health and support the affected population. ഒരു ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പീപ്പിളിന് അവരുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിളിന് അവരുടെ ലൈഫ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പെട്ടെന്നുള്ള ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വൺ ഓഫ് ദ എയിം അല്ലെങ്കിൽ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത് ഫോക്കസ്ഡ് അറ്റ് മീറ്റിംഗ് ദ ബേസിക് നീഡ്സ് ഓഫ് ദ പീപ്പിൾ അൺടിൽ മോർ പെർമനൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ക്യാൻ ബി ഫൗണ്ട്. അതായത് ഒരു ടെമ്പററി സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്ത് കൊടുക്കുകയാണ് പീപ്പിൾസിന്, അല്ലെങ്കിൽ ഈ ഡിസാസ്റ്റർ അഫക്റ്റ് ചെയ്ത കമ്മ്യൂണിറ്റിക്ക്. ഓക്കെ, അൺടിൽ ദ പെർമനൻറ്റ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവണ വരെ അവർക്കൊരു ടെമ്പററി ആയിട്ടൊരു എന്താണ് അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ്. ദെൻ പ്രിപ്പയർനെസ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഈസ് റെഫേർഡ് ടു ആസ് എമർജൻസി പ്രിപ്പയർനെസ്. ഓക്കെ, ഇത്രയുമാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആണ്. ഓക്കെ, ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് ഡിസാസ്റ്റർ ആണെന്ന് നോക്കുക. അത് മാൻമെയ്ഡ് ആണോ നാച്ചുറൽ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കുറേ ടൈപ്പ് ഹൈഡ്രോളജിക്കൽ, ജിയോസ് എന്നൊക്കെ പറഞ്ഞുള്ള ഡിസാസ്റ്റർ ആണോ, ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അതൊരു ഫാക്ടർ ആയിരിക്കും. ദെൻ എബിലിറ്റി ടു ടേക്ക് പ്രീ ഇമ്പാക്റ്റ് ആക്ഷൻ. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ടേക്ക് പ്രീ ഇമ്പാക്റ്റ് ആക്ഷനാണ്. പെട്ടെന്ന് ഒരു എബിലിറ്റി ഉണ്ടാവണം, നമുക്കൊരു ആക്ഷൻ എടുക്കാനുള്ള എബിലിറ്റി ഉണ്ടാവണം. അവിടെ വരുന്നതാണ് ഇവാക്യുവേഷൻ, വരും, ഷെൽട്ടർ വരാം, അതർ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും കാര്യങ്ങളും വരാം. അതേപോലെ എബിലിറ്റി ടു ടേക്ക് പ്രീ ഇമ്പാക്റ്റ് ആക്ഷൻ എന്ന് പറയും. ഓക്കെ, അടുത്ത ഇതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സിവിയറിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഹൗ മച്ച് സിവിയർ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡിസാസ്റ്ററിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിട്ട് എന്താണ് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അഫക്റ്റ് ചെയ്ത പീപ്പിളിലേക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഈ സിവിയറിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് കാപ്പബിലിറ്റി ഓഫ് സസ്റ്റെയിൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സസ്റ്റെയിൻഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ റിസോഴ്സ് കാപ്പബിലിറ്റി നോക്കുക, മാനേജിങ് കാപ്പബിലിറ്റീസ് നോക്കിയിട്ട് ആ ഡിസാസ്റ്ററിനെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, റിസോഴ്സസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് അവിടെയുള്ള ഓപ്പറേഷൻസ് ചെയ്യുക. ഓക്കെ, അതാണ് എന്ത് capability of sustained operations എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലൈക്ലി റെസ്പോൺസ് റിക്വയർമെൻറ്റ്സ്.
അവിടെ ഡിസാസ്റ്ററിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഉണ്ടായ സ്ഥലത്ത് ആവശ്യമുള്ള അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലൈക്ലി റെസ്പോൺസ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളതാണ് ഡിഫറെൻറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഇതൊരു 10 പറയണത്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്നത്. ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടക്ട് ചെയ്യണം. ഈ സെർച്ചും റെസ്ക്യൂവും കണ്ടക്ട് ചെയ്യണത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സാണ് ഇത് കണ്ടക്ട് ചെയ്യണത്. എന്തിനാന്ന് വെച്ചാൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ്. സെർച്ച് ചെയ്യുക, ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവരെ സെർച്ച് ചെയ്ത് തിരഞ്ഞു പിടിച്ച് എടുക്കുക. ഓക്കെ, അവിടെ ജീവനോടെ ഇപ്പോൾ ബിൽഡിംഗ് ഇടിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എർത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിൽ ഇടിഞ്ഞ് കിടക്കേണ്ട, അതിൽ അകത്ത് എവിടെയെങ്കിലും ആയിരിക്കും കിടക്കുന്നുണ്ടാവുക, പീപ്പിൾസ് ഉണ്ടാവുക. അവരെ കണ്ടുപിടിച്ച് അവരെ രക്ഷപ്പെടുത്തുക. അതാണ് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സാണ് നമുക്കവിടെ ആവശ്യമായിട്ട് വരിക. ഓക്കെ, അതാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി മെഡിക്കൽ കെയർ. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇനീഷ്യൽ കെയർ ഫോർ ആൻ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇനീഷ്യൽ കെയർ ആണ് എന്ത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത് ഒരു നോൺ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളായിരിക്കും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നുണ്ടാവുക. ബട്ട് ട്രെയിൻഡ് പേഴ്സണൽ ടു എ സിക്ക് ഓർ ഇൻജുർഡ് പേഴ്സൺ അൺടിൽ ഡെഫിനിറ്റീവ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി അസസ്ഡ്. അതായത് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അസസ് ചെയ്യണത് വരെ എന്ത് ചെയ്യുക, അത് കിട്ടുന്നത് വരെ ഒരു എയ്ഡ് കൊടുക്കുകയാണ്. അതാണ് എന്ത് ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ദെൻ അതോടൊപ്പം തന്നെ എമർജൻസി മെഡിക്കൽ കെയർ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് ഇവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും വേണം. അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും വേണം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് മെഡിക്കൽ കെയറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ ഫസ്റ്റ് എയ്ഡ് ആൻഡ് എമർജൻസി മെഡിക്കൽ കെയറിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഇവാക്യുവേഷനാണ്. തേർഡ് ആൻഡ് ഫോർത്ത് കണക്ട് ചെയ്ത് തന്നെ പറയുക. ഇവാക്യുവേഷൻ ആൻഡ് ഇവാക്യുവേഷൻ സെൻറ്റർ മാനേജ്മെൻ്റ് ആണ്. ഇവാക്യുവേഷനിൽ പറയുന്നത് എന്താണ്, ഇവാക്യുവേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം ആൻ ഏരിയ അറ്റ് റിസ്ക് ഓഫ് എ സേഫർ പ്ലേസ്. ഓക്കെ, റിസ്ക് ടു എ സേഫർ പ്ലേസ്. അപ്പോൾ ഒരു റിസ്ക് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടാവും, ഡിസാസ്റ്റർ ഒക്കർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വൾണറബിൾ ഏരിയ ആയിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യണു, അവിടെയുള്ള പീപ്പിളിനെ ഇവാക്യുവേറ്റ് ചെയ്ത് അവിടെയുള്ള പീപ്പിളിനെ മൂവ് ചെയ്യണം. അവിടെ നിന്ന് സേഫർ പ്ലേസിലേക്ക്, റിസ്കി പ്ലേസിൽ നിന്ന് ഒരു സേഫർ പ്ലേസിലേക്ക് മൂവ് ചെയ്യണതിനാണ് എന്ത് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ടൈപ്പ് ഓഫ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത് പ്രിക്വേഷണറി ഇവാക്യുവേഷൻ ഉണ്ട്. ഓക്കെ, അതായത് ബിഫോർ ഡിസാസ്റ്റർ ചെയ്യുന്ന ഇവാക്യുവേഷനെയാണ് പ്രിക്വേഷണറി ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഇവാക്യുവേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിസാസ്റ്റർ, ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം ഇനി അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിന് മുൻപ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുന്നതാണ് പ്രൊട്ടക്റ്റീവ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. അത് ആഫ്റ്റർ ഡിസാസ്റ്റർ ആണ്. ദെൻ ഇവാക്യുവേഷൻ ഫോർ റീകൺസ്ട്രക്ഷൻ പർപ്പസസ്. ഇപ്പോൾ ഡിസാസ്റ്റർ നടന്ന് അവിടെ പോയി എല്ലാം റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇവാക്യുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഇവാക്യുവേഷൻ സെൻറ്റർ മാനേജ്. ഇപ്പോൾ ഇവാക്യുവേഷൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇവാക്യുവേഷൻ സെൻറ്റർ മാനേജ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ സർവീസസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് ഇവാക്യുവേഷൻ്റെ സമയത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സർവീസസ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. അവർക്കുള്ള വാട്ടർ, ഫുഡ്, ക്ലോത്തിങ്, റെസ്റ്റ് ഏരിയാസ്, ഈ വക ഫസ്റ്റ് എയ്ഡ്, മെഡിക്കൽ ഹെൽത്ത്, ഇതെല്ലാം തന്നെ ഇവാക്യുവേറ്റ് ചെയ്താൽ മാത്രം പോരാ. ഇവാക്യുവേറ്റ് ചെയ്ത് ഇവർക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ഏരിയയിൽ നിന്നായിരിക്കും കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവിടെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇഞ്ചുറി ആയിട്ടുണ്ടാവും, ഇൽനെസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാത്തിനുള്ളൊരു ഫെസിലിറ്റിയും മാനേജ് ചെയ്യണം. അതാണ് ഈ ഇവാക്യുവേഷൻ സെൻറ്റർ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് SOP എന്ന് സിമ്പിളായിട്ട് പറയും. അതായത് ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് വിച്ച് കുഡ് ഗൈഡ് ദ ടീം ഇൻ എഫക്റ്റീവ് ഓപ്പറേഷൻ. എഫക്റ്റീവ് ഓപ്പറേഷൻ നടത്താനായിട്ടൊരു ടീമിനെ ഗൈഡ് ചെയ്യാൻ അതാണ്. അപ്പോൾ ഇതിൽ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു 4 സ്റ്റേജ് ആയിട്ടാണ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡ്യൂറിങ് നോർമൽ ടൈം, ദെൻ അലേർട്ട് വാർണിംഗ്, ഡ്യൂറിങ് ഡിസാസ്റ്റർ, റീഹാബിലിറ്റേഷൻ എന്ന് പറയും. ഇപ്പോൾ ഡ്യൂറിങ് നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ
ഫോർമുലേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ. നോർമൽ ടൈമിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഡ്യൂറിങ് നോർമൽ ടൈം എന്നുള്ളതാണ്. ഓക്കെ, നോർമൽ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പയർനെസ് നോർമലായിട്ട് ഡിസാസ്റ്റർ ഒന്നും ഒക്കർ ചെയ്തിട്ടില്ല, സാധാരണയായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ എന്താണ്, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതാണ് ഈ SOPയുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മാപ്സും കാര്യങ്ങളെല്ലാം എന്താണ്, പ്രൊഡ്യൂസ് മാപ്സ് ഓഫ് വാർഡ്സ് വില്ലേജ് ഷോയിങ് ഏരിയാസ് മോസ്റ്റ് വൾണറബിൾ ടു ഡിസാസ്റ്ററിന് മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള മാപ്സും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഒരു ലിസ്റ്റ് തയ്യാറാക്കും, വെഹിക്കിൾസും മോട്ടോർ ബോട്ട്സിൻ്റെ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എമർജൻസി വർക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾസും മോട്ടോർ ബോട്ട്സിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ദെൻ ഷെൽട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യും, സേഫ് ലൊക്കേഷൻസ് ഫോർ യൂസ് ഡ്യൂറിങ് ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് വേണ്ട ഷെൽട്ടേഴ്സ് അല്ലെങ്കിൽ സേഫ് ലൊക്കേഷൻസ് ഇതെല്ലാം ഇൻഫർമേഷൻ കൊടുക്കും. എഡ്യൂക്കേഷണൽ ടോക്ക്, നാച്ചുറൽ ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷണൽ ടോക്ക് പ്രൊവൈഡ് ചെയ്യുക. പീരിയോഡിക്കലായിട്ട് അവർക്കൊരു റിഹേഴ്സൽ അറേഞ്ച് കൊടുക്കും ലോക്കൽ കമ്മ്യൂണിറ്റിക്ക്. ഓക്കെ, ട്രെയിനിങ് ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ഡ്യൂറിങ് നോർമൽ ടൈമിൽ ചെയ്യേണ്ടത്. ദെൻ അടുത്തത് അലേർട്ട് വാർണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അലേർട്ട് ഓർ വാർണിംഗ് സ്റ്റേജ് എന്നാണ്. അലേർട്ട് ആൻഡ് വാർണിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം വെച്ചിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് എന്താണ് വാർണിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുകയാണെങ്കിൽ, ഒക്കർ ചെയ്യണോ ഇല്ലെങ്കിൽ അവിടെ വരാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെ തന്നെ അവർക്ക് അലേർട്ട് സൈൻ കൊടുത്തിട്ട് അവിടെ നിന്ന് നെസസറി അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അവിടെ നിന്ന് ഇവാക്യുവേഷന് വേണ്ടിയിട്ട് ഇവാക്യുവേറ്റ് ദ പബ്ലിക് ടു സേഫ് ലൊക്കേഷനിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നെസസറി അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് വൺ ഈസ് ഡ്യൂറിങ് ഡിസാസ്റ്റർ. ഇനി ഡ്യൂറിങ് ഡിസാസ്റ്റർ സ്റ്റേജിലാണെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ ഡിസാസ്റ്റർ ഒക്കർ ചെയ്തു. അപ്പോൾ ഡിസാസ്റ്ററിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ സേഫ് ഗാർഡ് ചെയ്യണം അല്ലേ, സേഫ് ഗാർഡ് ദ റോഡ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് റൂട്ട്സ്. ഓക്കെ, റോഡും വാട്ടർ ട്രാൻസ്പോർട്ട് റൂട്ട്സൊക്കെ സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ടാവണം. ഇവാക്യുവേറ്റ് ദ കമ്മ്യൂണിറ്റി ഫ്രം വൾണറബിൾ ഏരിയാസ് ടു സേഫ് ലൊക്കേഷൻ. അവിടെയും ഇവാക്യുവേഷൻ ചെയ്യണം, വൾണറബിൾ ഏരിയയിലുള്ള കമ്മ്യൂണിറ്റീനെ സേഫ് ലൊക്കേഷനിൽ ഇവാക്യുവേറ്റ് ചെയ്യണം. ഓപ്പറേറ്റ് റിലീഫ് ക്യാമ്പ്സ് ആൻഡ് സൂപ്പർവൈസർ. ഇപ്പോൾ ഡിസാസ്റ്റർ നടന്ന ഒരു ഏരിയയിൽ ആ ഏരിയ ഒന്നും ഇല്ലാണ്ടായി, അപ്പോൾ എന്താണ്, അവിടെയുള്ള ആൾക്കാർക്ക് ഇവാക്യുവേറ്റ് ചെയ്തു, ദെൻ അവർക്ക് ക്യാമ്പ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്യാമ്പ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ കീപ്പ് അവൈലബിൾ റിലീഫ് ആൻഡ് എയ്ഡ് സപ്ലൈസ് അറ്റ് ദ റെഡി ടു ലോഞ്ച് റിലീഫ് ഓപ്പറേഷൻ ക്വിക്ക്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഓക്കെ, ദെൻ അറേഞ്ച്മെൻറ്റ്സ് നടത്തണം. ഇവാക്യുവേറ്റ് മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് കാറ്റിൽ ടു ഡെസിഗ്നേറ്റഡ് ലൊക്കേഷൻസ്. ഓക്കെ, അവരുടെ പ്രോപ്പർട്ടിയും കാറ്റിൽസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് ഈ ഡിസാസ്റ്റർ സ്റ്റേജിൽ വരുന്നത്, അത് ഡ്യൂറിങ് ഡിസാസ്റ്ററിൽ. ദെൻ നെക്സ്റ്റ് ഈസ് റീഹാബിലിറ്റേഷൻ സ്റ്റേജ് ആണ്. റീഹാബിലിറ്റേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കണ്ടക്ട് ഫീൽഡ് ഇൻസ്പെക്ഷൻ ചെയ്യണം. ഈ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയയിൽ ഇൻസ്പെക്ഷൻ ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ, എന്നിട്ട് അവിടെ നെസസറി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, then make arrangements to provide health care and social protection to disaster victimsന് അവരുടെ ഹെൽത്ത് കെയറിനും സോഷ്യൽ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കുക. ദെൻ ബിൽഡിങ്സ് എല്ലാം കൊളാപ്സ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക. മരങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്താണ് കൊളാപ്സ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക. ദെൻ വഴികളെല്ലാം ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ, റോഡും കാര്യങ്ങളൊക്കെ ബ്ലോക്കായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷനുള്ള വഴി ക്ലിയർ ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ റീസ്റ്റാർട്ട് ചെയ്യുക. ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ടെലിഫോൺ, ഈ വക കാര്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് അതെല്ലാം പോസിബിൾ ആക്കി കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ് റീഹാബിലിറ്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ SOP ആണ് നോക്കിയത്. SOPൻ്റെ അണ്ടറിലുള്ള ആ 4 സ്റ്റേജസും കൂടിയാണ് നോക്കിയത്. ഡ്യൂറിങ് നോർമൽ ടൈംസ്, അലേർട്ട് വാർണിംഗ്, ഡ്യൂറിങ് ഡിസാസ്റ്റർ, റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇമീഡിയറ്റ് റിപ്പയർ ഓഫ് കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ. ഇമീഡിയറ്റ്
അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് സർവീസ് എല്ലാം റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഈ SOP തന്നെ പറഞ്ഞ തന്നെയാണ്. ഇപ്പോൾ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടാവും, വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി സപ്ലൈ, ഇതെല്ലാം എന്താണ് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് റിലീഫ് എയ്ഡ് ആണ്. റിലീഫ് എയ്ഡിൽ പറയണത് provision of assistance during an emergency that is meant to attend to a person's immediate requirements for survival or recovery. ഓക്കെ, എമർജൻസി ആയിട്ട് ഉള്ളൊരു അസിസ്റ്റൻസ് തന്നെയാണ് ഈ റിലീഫ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരു പേഴ്സൻ്റെ അവരുടെ സർവൈവലോ റിക്കവറിക്കോ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട്. അതാണ് ഈ റിലീഫ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ റിലീഫ് എയ്ഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ് വരും, ക്ലോത്തിങ്, ഹൗസിങ്, മെഡിക്കൽ കെയർ, നെസസറി സോഷ്യൽ സർവീസസ് ആൻഡ് സെക്യൂരിറ്റീസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് റിലീഫ് എയ്ഡിൽ വരിക. ഈ റിലീഫ് എയ്ഡ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത് മോസ്റ്റ് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ വൾണറബിൾ ആയിട്ടുള്ള ചിൽഡ്രൻസ്, ഓർഫൻസ്, ഫീമെയിൽസ്, പ്രഗ്നൻറ്റ് വുമൻ, സിക്ക് ഓർ എൽഡർലി പോപ്പുലേഷനുള്ള ആൾക്കാരിനെയാണ് റിലീഫ് എയ്ഡ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ അടുത്തതാണ് എന്ത്, കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗുഡ് കോർഡിനേഷൻ ക്രൂഷ്യലാണ് ഫോർ കമ്പൈൻഡ് resources effectively and efficiently in order to reach the disaster affected more rapidly. നല്ല കോർഡിനേഷനും നല്ല കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിൽ എന്താ പറയുക, കോർഡിനേഷനും ഒറ്റക്കെട്ടായ യൂണിറ്റോട് കൂടിയിട്ട് ഈ ടീമിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. വേഗം നമുക്ക് പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, മീറ്റിങ്സ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടായിരിക്കുമല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നല്ല കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, നല്ലൊരു പ്ലാന്, റെഗുലറായിട്ട് മീറ്റിംഗ് കൂടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടേക്കാണ് കുറവുകളുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അത് ചെയ്യുക. നല്ല കോർഡിനേഷനും നല്ല കമ്മ്യൂണിക്കേഷനോടുകൂടി ചെയ്യുക. അതാണ് ഇവിടെ ഈ കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ആൻഡ് സ്ട്രെസ് ഡീബ്രീഫിംഗ് എന്നാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ. അതായത് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഡ്യൂറിങ് ഡിസാസ്റ്റർ മെനി മേ ലോസ് നോട്ട് ഓൺലി പ്രോപ്പർട്ടീസ് ബട്ട് ഓൾസോ ഡിയർ വൺസ് വിച്ച് കോസ് നെഗറ്റീവ് സൈക്കോളജിക്കൽ ഔട്ട്കംസ്. അല്ലെ, കുറേ പേർക്ക് ഡിസാസ്റ്ററിൽ അവർക്കിപ്പോൾ പ്രോപ്പർട്ടി മാത്രമല്ല അവരുടെ ഡിയർ വൺസും പോലും മരിച്ചു പോയിട്ടുണ്ടാകും അവരുടെ. അപ്പോൾ അവർ ടോട്ടലി ഡൗൺ ആയിരിക്കും. ഡൗൺ ആകുമ്പോൾ മെൻ്റലി ആൻഡ് ഇമോഷണലി ഡൗൺ ആയ ആൾക്കാർക്ക് ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്ത് ചെയ്യുക, കൊടുക്കുക. അതായത് കൗൺസിലിംഗ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇതിൽ പറയണത് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ആൻഡ് സ്ട്രെസ് ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. ദെൻ ഫൈനലി മെഡിക്കൽ സർവീസസ് എന്ന് പറയുന്നത് അത് പബ്ലിക് ഹെൽത്ത് സർവീസസ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. മെഡിക്കൽ സർവീസസ് കാര്യങ്ങൾ അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. ഇതോടുകൂടി മൊഡ്യൂൾ 2 വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു.